ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഒരു വ്ലോഗാണ്. ഇതെല്ലാം ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ് ഗായ്സ്. ബട്ട് ലോങ് വീഡിയോ ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വ്ലോഗ് എന്ന് പറയുന്നത്, ഇത് എൻ്റെ ഫസ്റ്റ് അതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ലോങ് വീഡിയോയുടെ ഒരു വീഡിയോ ഉണ്ട്. ബട്ട് ഇതൊരു ഷോർട്ടാ, ചെറിയതാണ് എങ്കിലും അത്രല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത്, ഇതെന്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഇപ്പൊ ലോങ് വീഡിയോ ഇപ്പോൾ രണ്ടാമത്തെ ആണ്, അതായത് ഇപ്പൊ ഫസ്റ്റില് ഫസ്റ്റ് ബട്ട് നോട്ട് ലെസ് അങ്ങനെ വേണ്ടത്. പക്ഷേ ഇനി നമ്മുടെ ചാനലിൽ വരാൻ കൊടുക്കുന്ന ഒരു വ്ലോഗ് ഉണ്ട്, ഒരു വ്ലോഗ്. അതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ലോഗാണ്. അതെന്താണെന്നാണ് ഇന്ന് ഞാൻ ഈയിടെ പറഞ്ഞത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കാണിക്കാനും പറയാനും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ DIY ചാനൽ സർപ്രൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചാനൽ സർപ്രൈസ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ ക്ലിയർ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് ഉണ്ടാക്കാം. ബട്ട് അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പ്ലാനൊന്നും തയ്യാറാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ നേരത്താണ് എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ വീഡിയോയും കൂടെ എടുക്കാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് ലൈക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കേട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുമ്പ് ഈ ഒരു വ്ലോഗ് ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വ്ലോഗ്. ഇപ്പം DIY കവായി ജോയിൻ സർപ്രൈസ് ഉണ്ടാക്കാനാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു അടിപൊളി വ്ലോഗ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും മറക്കാണ്ട് കാണണം. ഞാൻ അത് ഇടുന്നന്ന് ഒരു ഷോർട്ട് വ്ലോഗ് ഇടുന്നുണ്ട്. ഞാൻ അതായത് ഇട്ടിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ലോഗ് ഞങ്ങൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണുക. പിന്നെ വീണ വ്ലോഗ്സ് ഒക്കെ കണ്ടിട്ട് പോകരുത്, ഇതൊക്കെ ഒന്ന് മെയ്ഡ് ചെയ്ത് നോക്കാം. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ക്രാഫ്റ്റുമേലേക്കാരും. പല കുട്ടികളല്ല എങ്കിലും ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ക്രാഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ആക്കണേ, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൽ കാണിക്കാൻ പോണ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഈ വ്ലോഗ് വൈൻഡപ്പ് ആക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ എൻ്റെ ജാൻ സർപ്രൈസ് ഇപ്പം തന്നെ നാളെ മറ്റന്നാളെ എൻ്റെ പിറ്റേന്നായിട്ട് എനിക്ക് വിടാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ട്രൈ ചെയ്യും. പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ ഒരു പേസ്റ്റൽ ബ്രഷ് പെൻസ് കളേഴ്സ് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്തിയിട്ട് നമുക്ക് അതൊന്ന് ഒരു അൺബോക്സിങ് ചെയ്തിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കിട്ടിയിട്ടാണ് എനിക്ക് ജോയിൻ സർപ്രൈസ് ഉണ്ടാകുക. കിട്ടിയിട്ട് നമ്മൾ ജോയിൻ സർപ്രൈസ് ഉണ്ടാക്കാൻ വെക്കാറും. അതിൻ്റെ മുമ്പ് ഞാനൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ജേണൽ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. കാരണം എന്താ, ഞാനത് ഓൾറെഡി എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇതിനകത്ത് ഞാൻ കുറച്ചധികം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കണ്ടാലോ. കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. അവിടെ കുട്ടട്ടെ. അപ്പൊ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചാനല്. ഇതിന് ഏകദേശം 30ൻ്റെ അപ്പുറത്തേക്ക് പോയിക്കണമെന്നാണ് തോന്നുന്നത്. എനിക്ക് 30ൻ്റെ അപ്പുറത്ത് പോയിക്കണം. പേരെ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് തന്നെ ഇതേമാതിരി കൂട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ജേണലാണ് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ ലാസ്റ്റൊക്കെ ചെയ്തത് എനിക്ക് അത്രക്കാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ജേണൽ ജേണലല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ജേണല് ഇതാണ് കേട്ടോ. ഇതൊരു റെഡ് ജേണലാണ്. പിന്നെ ഇത് മാർച്ചിന്റെ ജേണലാണ്. മാർച്ച് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ ഈ സൈഡ് ലെഫ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ എൻ്റെ ബർത്ത്ഡേ ആണ്. മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ എല്ലാ ജേണലുകളിലും ഈ ബുക്കിലുള്ള 30ഓളം അടുത്തുള്ള ജേണലിന് ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജേണലിന് ഈ കാണുന്നതാണ് കാര്യം. ഇത് കുറച്ച് പ്രൊഡക്റ്റീവായി തോന്നി. അന്ന് ഇത് ചെയ്തപ്പോൾ ഞാൻ അന്ന് ആദ്യത്തെ കൊട്ടിക്കുമ്പോൾ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കവേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ബ്ലൂ ജേണലാണ്. ഇത് പ്രത്യേകതയുണ്ട്. കാരണം
ഇതെന്റെ ഉമ്മാന്റെ വീട്ടിൽ ഞാൻ എന്റെ ഡയറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. ജെൽപെന്നും പേപ്പറും മാത്രമേ ഉള്ളൂ. പേപ്പറില്ല, ജെൽപെന്നും ബുക്ക് മാത്രമേ ഉള്ളൂ. എന്റെ കസിന്റെ അടുത്ത് പോയത് ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തതാണ്. ആ ടൈമിൽ എനിക്ക് സർപ്രൈസ് ഇല്ല. പിന്നെ ഓണത്തെ കളേഴ്സ് ഒക്കെ ഉണ്ടായത് രക്ഷപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്താണ്. പിന്നെ ഇത് ഞാൻ ഒന്ന് ചെയ്താണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ സർപ്രൈസ് ഇല്ലാത്തതുകൊണ്ട് വെറുതെ ടൈമായിട്ട് ഒരു 3D ചാനൽ ചെയ്തതാണ്. കണ്ടോ, ഈ 3D ചാനൽ എനിക്ക് അത്ര കണ്ടിട്ടില്ല. ബട്ട് അപ്പൊ അവിടെ വെറുതെ ഉണ്ടപ്പോ ഞാൻ ഷോർട്ട് ഫോളോ ചെയ്ത് പോയപ്പോ കണ്ടിട്ട് ചെയ്തതാണെന്നേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ജെൽപ്പൻ എന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ബ്ലൂജാൻ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് എന്റെ അത്യാവശ്യം നല്ലോണം കൊളായിരുന്നു. അതുകൊണ്ട് ഈ കോഡ് ചെയ്തൊക്കെ കണ്ട് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അപ്പൊ ഭയങ്കര മോശമായി. ആകെ കൊളായി. അല്ല, ആ ടൈമിൽ മോശം നല്ലായിരുന്ന ഭയങ്കര കൊളായിട്ടായിരുന്നു. പിന്നെ നമ്മുടെ എസ്റ്റിമേൻ ഒരു വിൻറ്റേജ് ആണ്. വിൻറ്റേജ് ആണെന്ന് അറിയാണ്ട് ഒരു ബ്ലാക്ക് ലേബിൾ പെട്ടു. പിന്നെ ഒരു ഗ്രീൻ ജേണലാണ്. ആസ് യൂഷ്വൽ ഓൾസോ ഒരു യെല്ലോ ജേണൽ ഞാൻ ചെയ്തു. എന്റെ ഏറ്റവും ഏറ്റവും ഈ ഒരു ജേണലൊക്കെ തോന്നിട്ടും വളരെ പാറ്റേൺസ്. ബട്ട് അതിനൊക്കെ നമുക്ക് ഇങ്ങനെ കോഡ്സും വേണം ഗായ്സ്. അപ്പോൾ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്യുന്നതാണ്. പിന്നെ പോക്കറ്റില് ഇതെല്ലാവർക്കും പലർക്കും അറിയാം. പക്ഷെ ഞാൻ പലർക്കും അറിയില്ല. എവിടെ പറയുന്നു ഏപ്രിൽ 3 ഞാൻ ഏപ്രിൽ 3 ഫ്രൈഡേ ഞാൻ എന്താ ഈ ഒരു പോക്കറ്റ് തയ്യാറാക്കി. അപ്പോൾ ഏപ്രിൽ 3 നമ്മളിത് തുറക്കാൻ പാടുള്ളൂ. ഇതിനുള്ള എന്റെ വിശ്വസ് എനിക്ക് വേണ്ട സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശ്വസ് എന്നല്ല, വേറെ സംഭവങ്ങൾ അത് നടന്നോ എനിക്ക് അറിയാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ഇടയിൽ ഇത് വേറെ എന്തോ ഒരു ഭാഷയിൽ ഞാൻ എവിടുന്നോ കണ്ടെത്തി വെച്ചതാണ്. അത് കൊളായതാണ്. അപ്പൊ നമ്മുടെ ആപ്പിലും വന്നിട്ട് ഒരു ജേണലാണിത്. നല്ല രസം. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു. അതായിട്ട് ഞങ്ങളുടെ ഏതാണ് ക്യാമറക്കാണ് കാണുമ്പോൾ ഭയങ്കര താണ്ടായിട്ട് കാണുന്ന. പിന്നെ ഇതെന്റെ കളക്ഷൻസ് ആണ്. എന്റെ പാറ്റേൺ പേപ്പർ കളക്ഷൻസ്. ഞാൻ ബർത്ത്ഡേ പാറ്റേൺ പേപ്പർ സ്റ്റേറ്റ് ആക്കി. പിന്നെ എനിക്ക് സെക്കൻഡ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു ജേണലാണ്. ഇതൊരു പിൻ ജേണലാണ്. ഞാൻ പിൻട്രസ്റ്റിലും അതേമാതിരി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ എനിക്ക് കിട്ടിയതാണ്. കൃത്യം അതേമാതിരി ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും അങ്ങനത്തെ കുറച്ച് അതേമാതിരി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ടു ലിസ്റ്റിന്റെ ഒരു നോട്ടിന്റെ ആണ്, മൈ വിഷസ് ആണ്. അപ്പം അതെന്താ നിങ്ങൾ ആരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട, ചെറുത് പൊട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിനുശേഷം നമ്മൾ എബൌട്ട് മീ എന്നുള്ളൊരു ടോപ്പിക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എബൌട്ട് മീ ടോപ്പിക്. പിന്നെ പേസ്റ്റൽ ജേണൽ എഴുതിയിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആൽക്കഹോൾ മാർക്കേഴ്സിലെല്ലാം അതിനകത്ത് പേസ്റ്റൽ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചെയ്തിട്ടാണ്. പിന്നെ വിൻറ്റേജ് ആണ്, ബോൾ വെച്ചിട്ടുണ്ട് ചെയ്തത്. പിന്നെ ഇങ്ങനെ ഒന്നുണ്ട്, ഇതുണ്ട്. ഇതിനൊക്കെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ അതാ ടു ബി ഹോണസ്റ്റ്. പിന്നെ അതാ ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതാ റെഡ് ജേണലുണ്ട്, ഒരു ബ്ലൂ ജേണലുണ്ട്. ഇവിടെ എന്ത് സംഭവമുണ്ട്. പിന്നെ അതാ വീണ്ടും ഒരു വിൻറ്റേജ് അല്ല, വേറെ ഒരു ടൈപ്പ് ഓഫ് ജേണൽ. പിന്നെ ഇവിടെ ഒരു കോട്ട് ഉണ്ട്. എന്താ always remember to fall asleep with a dream and wake up with a purpose. പിന്നെ ഇതെന്റെ ഒരു അൽസഹാണ്, നോക്കണ്ട. ഇതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്ത ജേണൽ. അപ്പൊ ആരെയും ഇത് വീഡിയോ നിർത്തി എന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കി എത്തരുന്നതിനായിട്ട് നിങ്ങൾ ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കി കുറച്ച് മിനി നോട്ട്ബുക്ക് കളക്ഷൻ ഉണ്ട്. എന്റെ ഷോർട്സിൽ ഞാൻ ഓൾറെഡി കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഉപരി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പാടും ചേർത്തിട്ട് ഞാൻ ലാസ്റ്റ് ആയിട്ടൊരു വ്ലോഗ് ഇടുന്നുണ്ട്, അതായത് ഒരു ഷോർട്ട് ഇടുന്നുണ്ട്. ഇതാണ് എന്റെ ഫസ്റ്റ്, ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ബുക്ക് ഇതാണ്. ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ബുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബർ ലൈക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡ്രോയിങ് ബുക്ക് പ്ലസ് പെയിന്റിംഗ് ബുക്ക് ആയിരുന്നു ഇത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കുറച്ച് വരച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിനൊരു കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് ഒരു സ്റ്റോറി അല്ല. അപ്പൊ അതാണ് ഇത്. പിന്നെ സ്റ്റോറി ഓഫ് മഷ്റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ഇനഫ്, അത്രേ ഉള്ളൂ. പിന്നെ
പിന്നെ ഒരു പ്ലാനറാണ്. ഇത് ഞാൻ എന്തൊക്കെയാണ് ഒരു പ്ലാനർ തയ്യാറാക്കിയതാണ്. ഇന്നാണ് ഞാൻ അതിൻ്റെ ഒരു പ്ലാനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്ലാനർ. അപ്പോൾ ഇതാണ്. പിന്നെ ഓക്കെ, പിന്നെ ഇതാണ്. ഇതൊരു മിനി ബുക്കാണ്, മിനി നോട്ട് ബുക്കാണ് ഗൈസ്. It was kind of calculated that do I today. പ്ലാനർ, നോട്ട് ബുക്ക് ഉണ്ടാക്കി പ്ലാനർ. ഈ ഒരു ബുക്ക് ഉണ്ടാക്കി ഞാൻ ശ്രദ്ധിപ്പിച്ചത് ഇന്നല്ല, കുറച്ച് ദിവസം മുമ്പ് ചെയ്തതാണ്. ബട്ട് ഇന്നത്തെ പ്ലാനറാണ് ഞാൻ തയ്യാറാക്കി. പിന്നെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ വേണ്ട ഫസ്റ്റ് നോട്ടിൽ എഴുതുമ്പോൾ. പിന്നെ ഇതൊരു മിനി നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഫോൾഡിങ് നോട്ട്ബുക്ക് ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ ഡയറി. അപ്പോൾ ഇതെങ്ങനെ തുറക്കണം. ഓക്കെ, എവിടെയാണ് തുറക്കണം ഗായ്സ്. ഇത് ലൈൻസ് ഉള്ളതാണ്. ഇത് പിന്നെ അധികം ഒട്ടി പിടിച്ചോടെ ഓപ്പൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ലൈൻസ് വിത്ത് പേജസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ ചാനൽ ഞാൻ ഒരു വ്ളോഗ് വിടണ്ട്. ഇങ്ങനെയാണ് നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ ഞാൻ ഉറപ്പായിട്ടും വിടുക. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വെറും 4-5 പേജസ് ഉള്ള ഒരു ചെറിയൊരു മിനി നോട്ട്ബുക്കാണ്. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ, മുമ്പിൽ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് എന്റെ കയ്യിലുള്ള റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് മറിച്ചതാണ്. എപ്പോഴും എല്ലാ ബുക്കിനും എഴുതണം. അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആക്കാമെന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേജസ് നന്നായിട്ടുള്ള ഒരു മിനി നോട്ട്ബുക്കാണ് ഇത്. പിന്നെ ബ്രെഡ് നോട്ട്. ഇത് എന്റെ ബുക്ക് ഇതിൽ കാണിച്ചിട്ട് ഞാൻ കുറേ മുമ്പ്, അതായത് ഫിഫ്ത്തിൽ പഠിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ആദ്യത്തെ ഫിഫ്ത്ത് ലാസ്റ്റ് ഒരു മിനിറ്റ് ഫിഫ്ത്ത് വെക്കേഷനിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ് ഇത്. ഈ ബ്രെഡ് നോട്ട് പാഡ് ഞാൻ സമയത്ത് കാണുന്നത് ഫിഫ്ത്ത് വെക്കേഷനിൽ ഉണ്ടാക്കിയതാണ്. ഇതെനിക്ക് ഇത്രയും ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ആ വ്ലോഗിൽ ഉൾപ്പെട്ടിട്ടുമായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റഡി വെരി, ഡു ക്രാഫ്റ്റ്, ഹാപ്പി, ചേഞ്ച് യുവർ മൂഡ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേജസ്, അതായത് ബ്രെഡിന്റെ ഒരു ഷേപ്പ്, ചെറുതായിട്ടൊരു ബ്രെഡിന്റെ ഷേപ്പ്, ഇതിനെക്കാട്ടുള്ള സൂപ്പറായിട്ട് താത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയും മിനി നോട്ട്ബുക്ക് കളക്ഷൻസ് എൻ്റെ അടുത്ത് ഇനിയും കുറെ ഉണ്ട്. കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 അതിന്റെ അപ്പുറത്ത് പോകും. 22 ഉണ്ട്. ഞാൻ എന്തായാലും പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് കിട്ടുമ്പോൾ ഏതൊരു വീഡിയോയിൽ ഒന്ന് കിട്ടും പിന്നെ ഷെയർ ചെയ്യേണ്ട. അപ്പൊ 1, 2, 3, 4, 5, 6 ബുക്കാണ് മൊത്തത്തിൽ ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു. പിന്നെ എന്റെ പ്ലാനർ ഞാൻ കാണിച്ചു. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു വ്ലോഗ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോ എന്തായാലും മസ്റ്റായിട്ട് വ്ലോഗ് കാണുക, സ്കിപ്പ് അടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.